ദുബൈയിൽ IT എഞ്ചിനീയറായ ഹക്കീം റുബ ബുധനാഴ്ച രാവിലെ 10:30-ക്കാണ് കരിപ്പൂരിൽ വിമാനമിറങ്ങിയത്. ലഗേജ് പരിശോധിക്കാതിരിക്കാൻ കൈക്കൂലി തരണമെന്ന ആവശ്യം നിരസിച്ചതോടെ കസ്റ്റംസ് സൂപ്രണ്ട് ഫ്രാൻസിസ് കോടംകണ്ടത്ത് ഹക്കീമിനെ മർദ്ദിക്കുകയും വിമാനത്താവളത്തിൽ പിടിച്ചുവെക്കുകയും ചെയ്തു. തുടർന്ന് രാത്രി 7:30-ക്കാണ് ഹക്കീമിന് പുറത്തു കടക്കാനായത്. ഇത് സംബന്ധിച്ച് ഹക്കീം കരിപ്പൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഹക്കീമിനെതിരെയും പരാതി നൽകി. എന്നാൽ തന്നെ അറസ്റ്റ് ചെയ്ത് മടക്കയാത്ര മുടക്കാൻ പോലീസിന് മേൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് ഹക്കീം റുബ ആരോപിക്കുന്നു. എന്നെ അവരിപ്പം അറസ്റ്റ് ചെയ്യാനുള്ള സമ്മർദ്ദം ഉണ്ടെന്നുള്ള രീതിയിലാണ് പോലീസുകാരുടെ ഭാഗത്ത് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. അതായത് കസ്റ്റംസിന്റെ ഏറ്റവും തലപ്പത്ത് നിന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് എൻ്റെ യാത്ര മുടക്കുക, അതാണ് എൻ്റെ ജോലിക്ക് തടസ്സം സൃഷ്ടിക്കുക. ഞാൻ 19-ാം തീയതി രാത്രി മടങ്ങേണ്ട ഞാനാണ്. ഹക്കീമിന് പിന്തുണയുമായി വിവിധ പ്രവാസി സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. വിമാനത്താവളത്തിലെ കസ്റ്റംസ് പരിശോധനാ സ്ഥലത്തെ CCTV ക്യാമറകൾ മാസങ്ങളായി പ്രവർത്തനരഹിതമാണെന്നും ആരോപണമുണ്ട്. ഫ്രാൻസിസ് കോടംകണ്ടത്ത് കോഴിക്കോട് ചാർജ് എടുത്തതിന് ശേഷം CCTV ക്യാമറകൾ എടുത്തു മാറ്റിയിരിക്കുന്നു. അത് കൈക്കൂലി വാങ്ങിക്കാനോ യാത്രക്കാരെ മർദ്ദിക്കുന്നതോ കൈക്കൂലി വാങ്ങിക്കുന്നതോ തെളിവ് രേഖപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. ഹക്കീമിന്റെയും കസ്റ്റംസിന്റെയും പരാതിയെ തുടർന്ന് CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. എന്നാൽ യാത്രക്കാരനെ CCTV ഇല്ലാത്ത ഭാഗത്തേക്ക് ഉദ്യോഗസ്ഥൻ വിളിച്ചുകൊണ്ടുപോകുന്നത് മാത്രമാണ് ദൃശ്യങ്ങളിലുള്ളത്. ഭക്ഷണം പോലും നൽകാതെ 8 മണിക്കൂറോളം വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചതിനെതിരെ ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾക്കും ഹക്കീം പരാതി നൽകിയിട്ടുണ്ട്. K. ഇല്യാസ്, മീഡിയ 1, കോഴിക്കോട്.